നമ്മളുടെ മോദിയും നിതിൻ ഗഡ്കരി സാബും പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ നാട്ടിൽ നിന്നും മലയാളികൾ പറയാറുള്ളൊരു കാര്യമാണ്. ഗുജറാത്തിലായാലും ശരി, UP-യിലായാലും ശരി, ബോംബെയിലായാലും ശരി, ഉള്ള പാലങ്ങളും റോഡുകളും എല്ലാം ഫോട്ടോഷോപ്പാണ്, എഡിറ്റിംഗ്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഈ ഒരു ജന്മത്തിൽ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ഹൈവേ ഇനിയിപ്പോൾ കേരളത്തിൽ കാണാനുള്ളൊരു ഭാഗ്യം. നമസ്കാരം. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബറോഡ-ഭറൂച്ച് പുതിയതായിട്ട് കമ്മീഷനിങ് ചെയ്തിരിക്കുന്ന 10 ലൈൻ എക്സ്പ്രസ് ഹൈവേയിൽ കൂടിയാണ്. 10 ലൈൻ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് തിരി 1, 2, 3, 4, 5 ലൈൻ ഉണ്ട്. അതിൽ ഏറ്റവും ഇടത്തെ ലൈൻ പാർക്കിംഗ് ലൈനാണ്. ഇൻ കേസ് ഓഫ് എനി എമർജൻസി ഏതെങ്കിലും വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർക്ക് ചെയ്യാം. ഇത് 4ാമത്തെ ലൈൻ. അനുവദിച്ചിരിക്കുന്ന സ്പീഡ് 80 km/h. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നു 3rd ലൈൻ. അനുവദിച്ചിരിക്കുന്ന സ്പീഡ് 100 km/h. 2nd ലൈൻ 120 km/h സ്പീഡിൽ വരെ ഇതിൽ കൂടി നമുക്ക് വാഹനം ഓടിക്കാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ആദ്യത്തെ ഫസ്റ്റ് ലൈൻ അത് ഓവർടേക്കിങ്ങിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് NHI വെച്ചിരിക്കുന്ന ശക്തമായിട്ടുള്ള നിബന്ധന. ഏതെങ്കിലും കാരണവശാൽ 120 മണ്ടയ്ക്ക് സ്പീഡ് നമ്മൾ എക്സീഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിലെ കൂട്ട് നമുക്ക് പറ്റി കൊറിയറിലൊന്നും വരത്തില്ല, പോസ്റ്റലിൽ വരത്തില്ല. കിട്ടേണ്ട വഴിപാടിനുള്ള റെസിപ്റ്റ് നമുക്ക് ടോൾ ഗേറ്റിന് വെളിയിൽ ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ ഫാസ്ടാഗിൽ നിന്ന് തന്നെ അതിൻ്റെ പെനാൽറ്റി എമൗണ്ട് കട്ടാകുന്നതാണ്. അതുകൊണ്ട് ഇതിൽ കൂടി സഞ്ചരിക്കുന്ന നമ്മളുടെ ഗുജറാത്തിലെ മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അറിഞ്ഞു കയറിപ്പോയി 120 മണ്ടയ്ക്ക് പോയി കഴിഞ്ഞാൽ 2000 രൂപ കണ്ടാണെന്ന് തോന്നുന്നു ഹൈവേയിൽ ഓവർ സ്പീഡിന് വേണ്ടിയിട്ട് NHI വെച്ചിരിക്കുന്ന പെനാൽറ്റി. നമ്മളുടെ ഫാസ്ടാഗിൽ ബാലൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോസ്റ്റ് ആകേണ്ടതായിട്ട് വരും. സോ അതൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ബറോഡ-അഹമ്മദാബാദ് എക്സ്പ്രസ് ഹൈവേ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ. കാരണം NE1 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നാഷണൽ എക്സ്പ്രസ് ഹൈവേ നമ്പർ 1 എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ എനിക്ക് തോന്നുന്നത് 2008 തോന്നുന്നു അത് കമ്മീഷനിങ് ചെയ്തത്, ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത്. ആ ഒരു ഹൈവേയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കുറച്ച് ബബിളി ആയിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ആഗ്ര എക്സ്പ്രസ് ഹൈവേയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു കോൺക്രീറ്റ് ചെയ്തേക്കുന്നതുകൊണ്ടാണ്
നമുക്ക് അത്രയ്ക്ക് സ്മൂത്തായിട്ടൊരു റൈഡ് നമുക്ക് അനുഭവപ്പെടുന്നില്ല. ഒരു ശകലം ബബിളി ആയിട്ടാണ് ഹൈവേ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതന്നെ സത്യം പറഞ്ഞുകൊണ്ടും മണി വരെ അടിച്ചു. ഇപ്പോൾ ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ബറോഡയിൽ നിന്ന് ബറൂച്ച് വരെയൊക്കെ ഉള്ള ഡിസ്റ്റൻസ് ആണിപ്പം, ആ സ്ട്രെച്ചാണ് ഇപ്പോൾ ഇത് കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടാണ് ഹൈവേ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബറോഡയിലേക്ക് 2 അല്ല 3 എൻട്രി ഉണ്ട്. ഒന്ന് പാതിര കർജനിലൊരു എക്സിറ്റ് ഉണ്ട്, പാതിരയ്ക്ക് വേണ്ടിയിട്ട് ഒരെണ്ണമുണ്ട്. അത് തന്നെ സാമിയാലയിലേക്കും ഉണ്ട്. പാതിര സാമിയാല എക്സിറ്റ് എൻട്രി ഒന്ന് തന്നെയാണ്. പിന്നെ നേരെ അഹമ്മദാബാദ് ബറോഡ എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഉള്ള എക്സിറ്റ് എൻട്രി ഉണ്ട്. സോ ബോംബെയിൽ നിന്ന് നേരെ ഒരു വിടിയിൽ വിട്ട് കഴിഞ്ഞത് ടോട്ടൽ ബോംബെ ടു ഡൽഹി ആണ് ഈ എക്സ്പ്രസ് ഹൈവേ. ഏതാണ്ട് 1386 കിലോമീറ്റർ 1386 കിലോമീറ്റേഴ്സ് ആണ് ബോംബെ ടു ഡൽഹി ഉള്ള ഈ എക്സ്പ്രസ് ഹൈവേ. നമ്മളുടെ മോദിയും നിതിൻ ഗഡ്കരി സാബും പറഞ്ഞിരിക്കുന്നത് 12 മണിക്കൂർ കൊണ്ട് ബോംബെ ടു ഡൽഹി ആളുകളെ എത്തിക്കുക, ചരക്ക് ഗതാഗതം സ്മൂത്താക്കുക എന്നതാണ്. അപ്പം ഏകദേശം പിന്നെ സ്ഥിരമായിട്ട് നമ്മളുടെ നാട്ടിൽ നിന്നും മലയാളികൾ പറയാറുള്ളൊരു കാര്യമാണ്, ഗുജറാത്തിലായാലും ശരി, യു പിയിലായാലും ശരി, ബോംബെയിലായാലും ശരി ഉള്ള പാലങ്ങളും റോഡുകളും എല്ലാം ഫോട്ടോഷോപ്പാണ്, എഡിറ്റിംഗ് ആണ്. ഇത് ഫോട്ടോഷോപ്പല്ല, മായല്ല, മന്ത്രമല്ല, മായാജാലമല്ല. നിങ്ങൾക്ക് കാണാം, നല്ല ഒന്നാന്തരം 10 ലൈൻ ഹൈവേ ആണ്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഈ ഒരു ജന്മത്തിൽ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ഹൈവേ ഇനിയിപ്പോൾ കേരളത്തിൽ കാണാനുള്ളൊരു ഭാഗ്യം ചിലപ്പോൾ എൻ്റെ അടുത്ത തലമുറയ്ക്കും സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം 2008-ലാണ് ആദ്യത്തെ എക്സ്പ്രസ് ഹൈവേ ഗുജറാത്തിൽ വന്നത്. അതായത് 2008 എന്ന് പറയുമ്പോൾ ഇപ്പം ഏകദേശം 16 വർഷമായി. അപ്പോൾ ഈ 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴാണ് നമ്മളുടെ മാഹി ബൈപ്പാസ് പോലും ഒന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മളൊക്കെ എത്രത്തോളം പുറകിലാണ് എന്ന് ഒരു വണ്ടിക്ക് ഒരു വൈബ്രേഷൻ കണ്ടില്ലേ. ഇതാണ് നമ്മുടെ ഈ ഒരു ഹൈവേയിൽ ചെറിയൊരു ന്യൂനത എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. അപ്പം അതാ പറഞ്ഞത്, ഇനിയിപ്പോൾ എൻ്റെ ഒരു അടുത്ത തലമുറയ്ക്ക് പോലും അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒരു അടുത്ത തലമുറയ്ക്ക് പോലും ഇതുപോലത്തെ ഒരു ഹൈവേ നമ്മളുടെ കേരളത്തിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഉത്തരേന്ത്യയിലേക്ക് നോക്കി വളരെ നീട്ടി തന്നെ നമുക്ക് ബഹളം വെക്കാം. എല്ലാവരും ഉത്തരേന്ത്യക്കാർ ചാണകം തിന്ന് ജീവിക്കുന്നവരാണ്, വിവരമില്ലാത്ത മനുഷ്യരാണ്, പ്രബുദ്ധരല്ല എന്ന്. അപ്പോൾ നിങ്ങൾ അതിൽ ആനന്ദം കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ ഇങ്ങനെ ആനന്ദം കണ്ടുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഈ വണ്ടി 6ാമത്തെ ഗിയറിൽ ബറോഡ എക്സ്പ്രസ് ഹൈവേയിൽ നിന്നും, അതായത് അഹമ്മദാബാദ് ബറോഡ എക്സ്പ്രസ് ഹൈവേയിൽ നിന്നും ഈ ഹൈവേയിലേക്ക് ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ മാത്രമാണ് ഗിയറും ചേഞ്ച് ചെയ്തത്. അതിനുശേഷം ഞാനിപ്പോൾ ഈ 6th ഗിയറിലിട്ട് വണ്ടി ഇങ്ങനെ ക്രൂയിസിലിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതുവരെ എങ്ങും തൊടേണ്ടതായിട്ട് വന്നിട്ടില്ല സ്റ്റിയറിങ്ങിൽ അല്ലാണ്ട്. പിന്നെ ഹൈവേ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വളരെയധികം പല സ്ഥലങ്ങളിലും ഫെസിലിറ്റീസ് പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടുണ്ട്. പെട്രോൾ പമ്പ്, ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ സ്റ്റേഷൻ, റെസ്റ്റ് റൂം, റെസ്റ്റോറൻറ്റ്സ് അതൊന്നും കമ്മീഷനായിട്ടില്ല, പണികളെല്ലായിടത്തും നടക്കുന്നതേ ഉള്ളൂ. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. 1039 ആണ് ഹെൽപ്പ് ലൈൻ നമ്പർ. ഇൻ കേസ് ഓഫ് എനി എമർജൻസി ഹൈവേ ഉണ്ടായി കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഹൈവേ അസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. മെഡിക്കൽ സേവനങ്ങളായാലും ശരി, വാഹനങ്ങൾക്കുള്ള തകരാറുകളായാലും ശരി. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് തന്നെ പലയിടത്തും കണ്ടു, അങ്ങോട്ട് പോയ വഴിക്കും കണ്ടു. 1-2 സ്ഥലങ്ങളിൽ ആൾക്കാർ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഈ 1039 നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്ത് അവർക്ക് അസിസ്റ്റൻസ് കിട്ടിയിട്ടുള്ളത്. ഇത് സ്പീഡ് റഡാർസ് ആണ്. ഈ സാധനമാണ് നമുക്കിട്ട് പണി തരുന്ന സാധനം. ഇപ്പോൾ മണ്ടയ്ക്കൂടെ പോയത് ഗ്രീൻഫീൽഡ് ഹൈവേ എന്നാണ് പറയുന്നത്. കാരണം ബോംബെ ടു ഡൽഹി വരെ ഇത് പാടങ്ങൾക്ക് നടുവിൽ കൂടിയാണ് ഈ ഹൈവേ മൊത്തമായി പണിഞ്ഞിരിക്കുന്നത്. സോ ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് ഇത്. അതുകൊണ്ടാണ് ഇതിന് ഗ്രീൻഫീൽഡ് ഹൈവേ എന്ന് കേന്ദ്ര ഗവൺമെൻറ് പേര് കൊടുത്തിരിക്കുന്നത്. അങ്ങേ അറ്റത്തോടെ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പണി നടക്കുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ആ കാണുന്ന ചെറിയ ഷെഡുകൾ പോലെ കാണുന്നത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ പണികൾ നടക്കുന്ന ഭാഗങ്ങളാണ്. അതായത് ഈ ഹൈവേക്ക് ഏകദേശം പാരലായിട്ടാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ലൈനും പോകുന്നത്. ഫ്രം അഹമ്മദാബാദ് ടു മുംബൈ, ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ.